ആദ്യമായിട്ട് നമുക്ക് ഈ ജോയിന്റ് എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ ക്ലിക്കിംഗ് സൗണ്ട് ആയിട്ടായിരിക്കും നമുക്കിത് അനുഭവപ്പെടുന്നത്. പക്ഷേ ദാറ്റ് ഈസ് ദ സൈൻസ് വിച്ച് അവർ ബോഡി ഈസ് ടെല്ലിങ് യു ദാറ്റ് യുവർ ജോയിന്റ് ഈസ് അണ്ടർ സ്ട്രെസ്. 16 കിലോഗ്രാം തൊട്ട് 54 തൊട്ട് 70 കിലോഗ്രാം വരെ വെയിറ്റ് ഈ കടിക്കുന്ന സമയത്ത് ജനറേറ്റ് ചെയ്യാറുണ്ട്. ഇറ്റ് അഫക്ട്സ് അവർ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസ്. ഇപ്പോൾ ചിരിക്കാനൊക്കെ പിന്നെ പേടിയായിരിക്കും, കാരണം വാ തുറന്ന് നമ്മൾ ചിരിക്കുമ്പോഴത്തേക്കും ഈ വേദന ട്രിഗർ ചെയ്യും. യു സ്റ്റാർട്ട്സ് റിയലൈസിങ് ദാറ്റ് യു ആർ നോട്ട് ഏബിൾ ടു ഓപ്പൺ യുവർ മൗത്ത് അറ്റ് ദ ഫുള്ളസ്റ്റ്. പല്ലിൽ കമ്പി ഇടുന്ന പേഷ്യൻസിലും ഇങ്ങനെ ഒരു സിനാരിയോ നമ്മൾ കാണുന്നുണ്ട്. റാദർ ദാൻ ഇഗ്നോറിങ് ഇറ്റ് ആൻഡ് ലേറ്റർ ഗോയിങ് ഫോർ എ ബിഗർ കോസ് അറ്റ് ദ ഏർലിയസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും. താടിയല്ല ജോയിന്റ് ഇന്ന് സ്ലിപ്പായിപ്പോൾ പുള്ളിക്കാരിക്ക് വാ അടയ്ക്കാൻ പറ്റാതെയായി, അകത്തോട്ട് ഭക്ഷണം പോകുന്നില്ല, മരിക്കും എന്നുള്ളൊരു സീൻ ആയപ്പോഴത്തേക്കുമാണ് മക്കൾ എന്ത് ചെയ്യുന്നത്, അവരെ നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവരുന്നത്. ഒരുപാട് ഡോക്ടേഴ്സിനെ നോക്കി നിങ്ങൾ സ്കാനൊക്കെ എടുത്തു, MRI സ്കാനൊക്കെ എടുത്തു, എന്നിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. സോ ദിസ് കുഡ് ബി എ കൾപ്രിറ്റ്. Hi, I am Dr. Asya. Welcome to another episode of Vital Voices. ഇന്ന് നമ്മളോടൊപ്പം ഗസ്റ്റ് ആയിട്ടുള്ളത് ഡോക്ടർ രജു സത്താർ, അവർ കൺസൾട്ടന്റ് ഓറോമാക്സിലോഫേഷ്യൽ സർജൻ. വെൽക്കം ഡോക്ടർ രജു ടു അവർ പോഡ്കാസ്റ്റ്. താങ്ക് യു. ഡോക്ടർ, നമ്മളിപ്പോൾ റിലവൻ്റ് ആയിട്ട് കേട്ടുവരുന്നത് ഒരു കാര്യമാണ് TMJ ഡിസോർഡർ അല്ലെങ്കിൽ ജോ പെയിൻ എന്ന് നമ്മളൊരു റിലവൻ്റ് ആയിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ TMJ ഡിസോർഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജോ പെയിൻ എന്ന് പറയുന്നത്? TMJ അല്ലെങ്കിൽ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് അതെന്ന് പറയുന്നത് നമ്മുടെ ഈ താടിയല് നമ്മുടെ ക്രേനിയുമായിട്ട് ജോയിന്റ് ആയിരിക്കുന്ന ആ ഒരു ജോയിൻ്റാണ് ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ട് വാ തുറക്കാനും അടയ്ക്കാനും. അപ്പോൾ അതെന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്? സംസാരിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, ഈവൻ വെള്ളം കുടിക്കാൻ, അങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്നത് പോലെ, കൈവച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ, അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്നത് പോലെ അല്ലെങ്കിൽ കൈവച്ച് നമ്മൾ ഓരോ ഫങ്ഷൻസ് ചെയ്യുന്നത് പോലെ, അതുപോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഈ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജോയിൻറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ മെയിനായിട്ട് അത് ജോയിൻറ്റ് പെയിൻ അല്ലെങ്കിൽ അധികം സ്ട്രെസ്സ് ഈ ജോയിൻറ്റിലോട്ട് വരുമ്പോഴാണ് ഈ ജോയിൻറ്റിൽ വേദന, ബുദ്ധിമുട്ട് ഒക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം കൊണ്ട് ഈ ജോയിൻറ്റിൽ വേദന വരത്തില്ല. അപ്പോൾ ഇത് ക്രോണിക്കായിട്ട്, അതായത് 3 മാസം, 6 മാസം, 1 വർഷമൊക്കെ കൊണ്ട് ഈ ജോയിൻറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴായിരിക്കും ഈ 1 വർഷത്തിന് ശേഷം, 1.5 വർഷത്തിന് ശേഷമൊക്കെ ഈ ജോയിന്റിൽ വേദനയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ ജോയിന്റ് എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ പേഷ്യൻറ്റിന് അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഇതൊരു ക്ലിക്കിംഗ് സൗണ്ട് ആയിട്ടായിരിക്കും നമുക്കിത് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. നമ്മൾ വാ തുറക്കുമ്പോഴൊക്കെ ഇവിടെ ഒരു ക്ലിക്ക് പോലെ നമുക്ക് കേൾക്കും. അപ്പോൾ ഇത് ആദ്യമൊക്കെ എന്തായിരിക്കും, നമുക്കൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും. വാ തുറക്കുമ്പോഴത്തേക്ക് ഒരു ക്ലിക്ക് കേൾക്കുന്നത് പോലെ, നമ്മൾ ഈ സ്റ്റെത്തൊക്കെ വെച്ചിട്ട് ഹാർട്ട് ബീറ്റ് കേൾക്കുന്നത് പോലെ നമുക്കൊരു ഫീൽ ഉണ്ടായിരിക്കും, ക്ലിക്ക് പോലെ. പക്ഷേ ദാറ്റ് ഈസ് ദ സൈൻസ് വിച്ച് അവർ ബോഡി ഈസ് telling you that your joint is അണ്ടർ സ്ട്രെസ്, അല്ലെങ്കിൽ അതൊരു പ്രശ്നം തുടങ്ങുവാണ് എന്നുള്ളതിൻ്റെ ഒരു സിംറ്റമാണ് അല്ലെങ്കിൽ ഒരു സൈനാണ് ഈ ക്ലിക്കിംഗ് സൗണ്ട് കേൾക്കുക എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു 3 മാസം, ഒരു 6 മാസം വരെയൊക്കെ ക്ലിക്കിംഗ് സൗണ്ട് കേൾക്കും. അപ്പോൾ എന്താണ് ഈ ക്ലിക്കിംഗ് സൗണ്ട്? അതായത് ഇപ്പോൾ നമ്മളൊരു ജോയിൻറ്റ് നമ്മൾ അനാട്ടമി എടുത്ത് നോക്കുവാണെങ്കിൽ മേളിൽ ക്രേനിയം അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിരിക്കുന്ന തലയോട്ടിയുടെ ഭാഗം, താഴെ അതിന് തൊട്ട് താഴെ ഒരു ഡിസ്ക് കാണും. ആ ഡിസ്കിൻ്റെ താഴെയായിരിക്കും നമ്മുടെ താടിയെല്ലിൻ്റെ ഹെഡ്, ആ എല്ല് വരുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഇടയിൽ ഒരു ഡിസ്ക് ഉണ്ട്. നമ്മൾ വാ തുറക്കുമ്പോൾ എന്താണ്, ഈ താടിയെല്ല് ഫ്രണ്ടിലോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ ഡിസ്ക് മുന്നിലോട്ട് നീങ്ങുന്നു. അതാണ് നമ്മുടെ നോർമൽ ഫങ്ഷനിങ് ഓഫ് ദ TMJ അല്ലെങ്കിൽ ഈ ജോയിൻറ്റിൻ്റെ നോർമൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ക്ലിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ താടിയെല്ല് മുന്നിലോട്ട് നീങ്ങുമ്പോൾ, അതായത് വാ തുറക്കുമ്പോൾ താടിയെല്ല് മുന്നിലോട്ട് നീങ്ങുമ്പോൾ ഈ ഡിസ്കും അതിനൊപ്പം തന്നെ മുന്നിലോട്ട് നീങ്ങാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ മുന്നിലോട്ട് നീങ്ങാതെ അത് ഇടിച്ച് പുറകിലോട്ട് പോകുന്നതാണ് നമുക്ക് ആ ഒരു ക്ലിക്കിംഗ് സൗണ്ടായിട്ട് നമുക്ക് ആദ്യം അനുഭവപ്പെടുന്നത്. താടിയെല്ല് ഫ്രണ്ടിലോട്ട് പോകുന്നു, ഈ ഡിസ്ക് ഇടിച്ച് പുറകിലോട്ട് പോകുന്നു. അപ്പോൾ ഈ താടിയെല്ലും മുകളിലത്തെ തലയോട്ടി അല്ലെങ്കിൽ ക്രേനിയവും തമ്മിലുള്ള ഫ്രിക്ഷൻ ആയിരിക്കും ഇതിൻ്റെ ഒരു ആഫ്റ്റർ മാത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ക്ലിക്കിംഗ് സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും അതെന്താണ്, അത് നമ്മുടെ ജോയിൻറ്റ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നാണ് അതിനർത്ഥം. ആ ഡിസ്ക് പുറകിലോട്ട് പോകുന്നു, അത് മുന്നിലോട്ട് വന്ന് ആ താടിയെല്ലിൻ്റെയും തലയോട്ടിയുടെയും ഇടയിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കുന്ന ആ ഒരു അവസ്ഥയല്ലാതെ ആ ഒരു
അബ്നോർമാലിറ്റി, ഇപ്പോൾ അവിടെ ഡിസ്ക് ഫംഗ്ഷൻ ചെയ്യുന്നില്ല, അപ്പോൾ അത് പുറകിലോട്ട് അടിച്ച് പോകുന്നതിനെയാണ് നമ്മൾ ക്ലിക്കിംഗ് സൗണ്ടായിട്ട് കേൾക്കുന്നത്. അപ്പോൾ എന്താണ്, ആദ്യത്തെ ഒരു ദിവസം നമുക്കൊരു ക്യൂരിയോസിറ്റി, അസ്റ്റോണിഷ്മെൻറ്റ് മൂവ്മെൻ്റ് ആയിരിക്കും ക്ലിക്ക് കേൾക്കുന്നത്. അത് ഗ്രാജുവലി എന്താണ്, ക്ലിക്കിങ്ങിൻ്റെ ഫ്രീക്വൻസി കൂടും. അതായത് ആദ്യം എന്താണ്, ചിലപ്പോൾ നമ്മൾ കോട്ട് ഇടുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ ഈ ക്ലിക്കിംഗ് സൗണ്ട് കേൾക്കുന്നത്. അത് പയ്യെ ഈവൻ വാ ഒന്ന് വലിച്ച് തുറക്കുമ്പോഴോ നമ്മളൊന്ന് തുപ്പുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വാ തുറക്കുമ്പോഴോ ഒക്കെ അതിൻ്റെ ആ ഫ്രീക്വൻസി കൂടി വരും. പിന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ക്ലിക്കിംഗ് സൗണ്ട് അനുഭവപ്പെടാം, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ക്ലിക്കിംഗ് സൗണ്ട് അനുഭവപ്പെടാം. അതായത് ഗ്രാജുവലി അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂടുന്നതിൻ്റെ അർത്ഥം എന്താണ്, താടിയെല്ലും മുകളിലത്തെ തലയോട്ടിയും തമ്മിലുള്ള ഫ്രിക്ഷൻ കൂടുന്നു എന്നുള്ളതിൻ്റെ ഒരിതാണ്. അപ്പോൾ ഒരു 3 months അല്ലെങ്കിൽ ഒരു 6 months വരെയൊക്കെ ഈ ക്ലിക്കിംഗ് സൗണ്ട് കേട്ടതിന് ശേഷം ക്ലിക്കിംഗ് സൗണ്ട് അങ്ങ് ആബ്സെൻ്റ് ആവും. പിന്നെ നമ്മൾ വാ വലിച്ചു തുറക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോഴോ ഒന്നും ക്ലിക്ക് കേൾക്കുന്നില്ല. അതിനർത്ഥം എന്താണ്, ഫ്രണ്ടിലോട്ട് പോകാതെ തിരിച്ച് പുറകിലോട്ട് അടിച്ചു വന്നിരുന്ന ഡിസ്ക് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇറുകിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ക്ലിക്ക് കേൾക്കാത്ത ഒരവസ്ഥയിലോട്ട് വരുന്നത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഇൻ സിമ്പിൾ ടേം എന്താണ്, ആ ഡിസ്ക് പ്രോപ്പർലി വേറെ എവിടെയോ അതിൻ്റെ ഒരു അബ്നോർമൽ പൊസിഷനിൽ സ്റ്റക്കായിട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ വാ തുറക്കുമ്പോഴോ ഒക്കെ എന്താണ്, നമ്മുടെ ആ ഫ്രിക്ഷൻ കൂടി വരും. ഡയറക്റ്റ് ബോൺ ടു ബോൺ കോണ്ടാക്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പയ്യെ വേദന സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അതായത് ഇപ്പോൾ ഇങ്ങനൊരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ശരീരം എന്ത് ചെയ്യും, അങ്ങോട്ട് മീഡിയേറ്റേഴ്സിനെ അയക്കും. എന്താണ് അവിടുത്തെ പ്രശ്നമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ മീഡിയേറ്റേഴ്സാണ് നമുക്ക് പയ്യെ വേദന ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് എന്തോന്ന്, ജോയിൻറ്റ് പെയിൻ അല്ലെങ്കിൽ TMJ ഡിസോർഡർ ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ ഡിസ്ക് ഷോക്ക് അബ്സോർബറായിട്ട് ഇത്രയും നാൾ ഉണ്ടായിരുന്നത് പെട്ടെന്ന് ഒരു ദിവസമെന്നല്ല, ഈ 3 മാസം 6 മാസം കൊണ്ട് ടോട്ടലി ആ ഷോക്ക് അബ്സോർബിങ് എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ആ ജോയിൻറ്റിൽ ഇല്ലാതെ ആകുന്നതും ഇവഞ്ച്വലി അത് പെയിൻ ഉണ്ടാക്കുന്നതുമാണ് ഈ ജോ പെയിൻ അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ എന്ന് പറയുന്നത്. ചിലര് മസിൽ പെയിൻ ആണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ മസിൽ പെയിൻ അത് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ഈ ജോയിൻറ്റ് പെയിനും ഇവിടുത്തെ മസിലും തമ്മിൽ? അതെ, അത് റിലേഷൻ ഉണ്ട്. അതായത് നമുക്കിപ്പോൾ വാ തുറക്കാനായിട്ട് എന്താണ്, ജസ്റ്റ് മാൻഡിബിൾ മാത്രം അല്ലെങ്കിൽ താടിയെല്ല് മാത്രം പോരാ, അത് നമ്മുടെ അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിൽസ് ഉണ്ട്. ഈ മസിൽസാണ് നമുക്ക് വാ തുറക്കാനും വാ അടയ്ക്കാനും നമുക്ക് സഹായിക്കുന്നത്. അപ്പോൾ ഈ മസിൽസിന് എന്താണ്, അല്ലെങ്കിൽ ഈ ജോയിൻറ്റിന് സ്ട്രെയിൻ വരുമ്പോൾ, സ്ട്രെസ്സ് വരുമ്പോഴത്തേക്കും വാ തുറക്കാനും അടയ്ക്കാനും ഉപയോഗിക്കുന്ന മസിൽസ്, നമുക്ക് 4 മസിൽസാണ് മെയിൻലി ഉള്ളത്. ആ മസിൽസിൽ അധികം സ്ട്രെയിൻ വരുന്നു, അല്ലെങ്കിൽ അതിന് അധികം ഹൈപ്പർ ഫങ്ഷണൽ ആയിട്ട് നമ്മുടെ മസിൽസ് വരും. അല്ലെ, നമ്മളിപ്പോൾ ഡെയിലി 6 to 8 hours ആണ് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ജോലി അല്ലെങ്കിൽ ജോബിന് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അത് ഒറ്റയടിക്ക് നമ്മളൊരു 16-20 മണിക്കൂർ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ജോലി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എക്സ്ട്രാ സ്ട്രെയിൻ ആണ്. അപ്പോൾ നമ്മൾ എന്താകും, നമ്മൾ എക്സോസ്റ്റഡ് ആകും. സിമിലർ സിനാരിയോ ആണ് ഈ ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും നോർമലി ഫങ്ഷൻ ചെയ്തിരുന്ന മസിൽസിന് എക്സ്ട്രാ എഫേർട്ട് വരും. അപ്പോൾ മസിൽസൊക്കെ എന്താകും, നന്നായിട്ട് റിജിഡാകും, അല്ലെങ്കിൽ മസിലൊക്കെ നന്നായിട്ട് ടെൻഡറാകും. അതായത് ആ ഭാഗത്ത് തൊടുമ്പോൾ തന്നെ നമുക്ക് മസിലിനൊക്കെ നല്ല വേദന വരും. അപ്പോൾ യെസ്, ഡെഫിനറ്റ്ലി എന്താണ്, ജോയിൻ്റ് അഫക്റ്റ് ആകുമ്പോഴത്തേക്കും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മസിൽസിനും ഡെഫിനറ്റ്ലി വേദന ഉണ്ടാകും. അത് അതിൻ്റെ ഹൈപ്പർ ഫങ്ഷണൽ അല്ലെങ്കിൽ അതിന് സ്ട്രെസ്സിൽ ആകുമ്പോഴത്തേക്കുമാണ് ഈ മസിൽ പെയിനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഇത് നമുക്കിത് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഇപ്പം നമുക്കൊരു ജോ പെയിൻ വരുമ്പോൾ നമുക്കിത് ജോ പെയിൻ ആണ് അല്ലെങ്കിൽ ടെമ്പറോമാൻഡിബുലറിൻ്റെ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഡിസോർഡർ ആണ് ഇത് ഈ ഒരു പെയിൻ ഉണ്ടാക്കുന്നത്, നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? നമ്മുടെ താടിയെല്ല് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് അതർ ബോൺസ് ഇൻ ദ ബോഡി, അല്ലെ, നമ്മുടെ ശരീരത്തിലെ എല്ലാ ബോൺസും വെർട്ടിക്കലി ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആകെ നമ്മുടെ കഴുത്തിലുള്ള ഈ ഒരു ക്ലാവിക്കിളാണ് മോർ ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ ബോണും ഓൾമോസ്റ്റ് വെർട്ടിക്കലി ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ താടിയെല്ലും അതിനൊരു ഡിഫറൻസ് ഉണ്ട്. അല്ലെങ്കിൽ കമ്പയർഡ് ടു അതർ ബോൺസ് ഇൻ യുവർ ബോഡി താടിയെല്ലിനും ഒരു ഡിഫറൻസ് ഉണ്ട്. അത് ഹോർഷൂ ഷേപ്ഡ് എന്നാണ് പറയുന്നത്. ഒരു യു ഷേപ്ഡ് ആയിട്ടാണ് അത് ഇരിക്കുന്നത്. നമ്മൾ എപ്പോഴാണ് ഈ ജോയിൻറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന്, അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ആദ്യം നമുക്കൊരു ക്ലിക്കിംഗ് സൗണ്ട് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. അത് ഗ്രാജുവലി അത് സ്റ്റോപ്പ് ആകും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യു സ്റ്റാർട്ട്സ് റിയലൈസിങ് ദാറ്റ് യു ആർ നോട്ട് ഏബിൾ ടു ഓപ്പൺ യുവർ മൗത്ത് അറ്റ് ദ ഫുള്ളസ്റ്റ്. അല്ലെങ്കിൽ പണ്ട് വാ തുറന്നിരുന്നത് പോലെ നമുക്ക് അത്രയും വലുതായിട്ട് വാ തുറക്കാൻ പറ്റത്തില്ല.
ദർ വിൽ ബി റെസ്ട്രിക്ഷൻ ഓഫ് ദ ജോയിൻറ്റ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ ഓഫ് ദ ജോ മൂവ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ പണ്ട് കൈവച്ചൊക്കെ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ഉരുള ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ, ചോറ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും വാ തുറന്ന് ആ ഉരുള വായിനകത്തോട്ട് വെക്കാൻ പറ്റില്ല എന്ന് സ്ലോലി വി സ്റ്റാർട്ട് റിയലൈസിങ്. അതല്ലെങ്കിൽ വാ തുറക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു വേദന അനുഭവപ്പെട്ടു തുടങ്ങും. തുടക്കത്തിൽ എന്ന് പറയുന്നത് നമ്മൾ എക്സസീവായിട്ട് മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ, അധികമായിട്ട് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ചോറ് കഴിക്കുമ്പോഴോ ഒക്കെ വാ അധികമായിട്ട് തുറക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് കോട്ടുവ വിടുമ്പോഴൊക്കെ നമുക്ക് എന്താണ് ജോയിൻറ്റിലോട്ട് ചെറിയൊരു പെയിൻ വരുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ സൈൻസ് അല്ലെങ്കിൽ സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈവൻ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഉറച്ചൊന്ന് ചിരിക്കുമ്പോഴും നമുക്ക് വേദന അനുഭവപ്പെടും. നോർമലി ചൂ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേദന അനുഭവപ്പെടും. അങ്ങനെ ഗ്രാജുവലായിട്ട് നമുക്ക് എന്താണ് എപ്പോഴൊക്കെ നമ്മൾ വാ തുറക്കുന്നോ അപ്പോഴെല്ലാം നമുക്ക് വേദന അനുഭവപ്പെടും. അപ്പോൾ പണ്ട് അല്ലെങ്കിൽ തുടക്കത്തിൽ ഒരു ക്ലിക്കിംഗ് സൗണ്ട് മാത്രമായിരുന്നു, രണ്ടാമത് വാ അധികം തുറക്കുന്ന സമയത്ത് മാത്രമായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വിഗറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ മാത്രമായിരുന്നു. അങ്ങനെയുള്ളൊരു സ്റ്റേജിൽ നിന്ന് ചെറുതായിട്ട് വാ തുറക്കുമ്പോഴോ അല്ലെങ്കിൽ ഈവൻ ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിലോ ഒക്കെ വേദന അനുഭവപ്പെടുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഡേ ടു ഡേ ലൈഫിൽ നമ്മളിപ്പോൾ വാ അധികം തുറന്നില്ല എങ്കിൽ തന്നെ ആ ജോയിൻറ്റിൽ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ ജോയിൻറ്റിലൊക്കെ നല്ല വേദനയായിട്ട് അനുഭവപ്പെടും. പിന്നെ ആസ് ഐ സെഡ്, നമ്മുടെ മസിൽസും അണ്ടർ സ്ട്രെസ്സിലായിരിക്കും. അപ്പോൾ ആ വേദന, ജോയിൻറ്റിലുള്ള വേദന മസിലിലോട്ടും പയ്യെ നമ്മുടെ ചെവിയിലോട്ട്, ചില പേഷ്യൻസിലൊക്കെ എന്താണ് തോളിലോട്ട് ഒക്കെ റേഡിയേറ്റ് ചെയ്യും. നമുക്ക് അടുത്തൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, 19 years ആയിട്ടുള്ളൊരു ഫീമെയിൽ ആയിരുന്നു. പുള്ളിക്കാരി ഒരുപാട് ഓർത്തോപീഡിക് സർജൻസിനെയൊക്കെ പോയി കണ്ടു. കാരണം പുള്ളിക്കാരിക്ക് കഴുത്തിലോട്ടൊക്കെ ആയിരുന്നു ഭയങ്കര വേദന ഉണ്ടായിരുന്നത്. ഇനിഷ്യലി ഷീ ഡിഡ് ഹാഡ് പെയിൻ ഇൻ ദ ജോയിൻറ്റ്, പക്ഷെ അത് ഇഗ്നോർ ചെയ്തത് കാരണം പിന്നെ കഴുത്തിലോട്ട് വന്നിട്ട് അങ്ങനെ ഒരുപാട് MRI സ്കാൻ എടുത്തു, ന്യൂറോളജിയെ പോയി കണ്ടു. അങ്ങനെ ഒരുപാട് സ്പെഷ്യലിസ്റ്റിനെയൊക്കെ പോയി കണ്ടതിന് ശേഷമാണ് നമ്മുടെ അടുത്ത് വരുന്നതും. ദെൻ വി റിയലൈസ്ഡ്, അല്ലെങ്കിൽ നമ്മൾ എക്സാമിൻ ചെയ്തപ്പോഴത്തേക്കും ഇതിൻ്റെ എല്ലാം കൾപ്രിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കാരണക്കാരനായ ജോയിൻറ്റ് പെയിൻ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ടെമ്പറോ മാൻഡിബുലർ ജോയിൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തത്, അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തത്. സോ തുടക്കത്തിൽ ജോയിൻറ്റിൽ മാത്രമായിരിക്കും, പിന്നെ അത് മസിലിലോട്ടും പയ്യെ റേഡിയേറ്റ് ചെയ്യുന്ന ഒരു വേദനയും നമുക്കിതിൽ കാണാൻ കഴിയും. ഡോക്ടർ, എന്താണ് നമ്മൾ ഈ ജോ പെയിൻ അല്ലെങ്കിൽ TMJ ഡിസോർഡർ വരാനുള്ള മെയിൻ റീസൺസ് എന്തൊക്കെയാണ്? റീസൺസ് അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, ഫസ്റ്റ് വി ഷുഡ് നോ ദ നോർമൽ ഫങ്ഷനിങ്. അതായത് നമ്മളിപ്പോൾ ഒന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മെയിൻലി നമ്മൾ ചവയ്ക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് 16 കിലോഗ്രാം തൊട്ട് 54 തൊട്ട് 70 കിലോഗ്രാം വരെ വെയിറ്റ് അല്ലെങ്കിൽ അത്രയും ഗ്രാംസ് ഓഫ് ഫോഴ്സ് നമ്മൾ ഈ കടിക്കുന്ന സമയത്ത് ജനറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഇത്രയും ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ന്യൂട്രലൈസ് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ്. അത് നമ്മുടെ ക്രേനിയത്തിലോട്ട്, തലയോട്ടിയിലോട്ടാണ് അത്രയും ഫോഴ്സുകൾ ജനറേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ് അത്രയും പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഫങ്ഷനിൽ നടക്കുന്നതാണ്. അതായത് നമ്മൾ ചവയ്ക്കുമ്പോഴത്തേക്കും ഇത്രയും ഫോഴ്സ് ജനറേറ്റ് ചെയ്ത് അത് ക്രേനിയത്തിലോട്ട് ഡെലിവറി ചെയ്യുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോഴത്തേക്കും, അതിലെന്തെങ്കിലും ഡിസ്ഫങ്ഷൻ വരുമ്പോഴത്തേക്കുമാണ് ആ ഫോഴ്സുകൾ നോർമലി ക്രേനിയത്തിലോട്ട് ഡെലിവറി ചെയ്യാതെ അതെല്ലാം ഈ ജോയിൻറ്റിലോട്ട് ഡെലിവറി ചെയ്യുന്ന ഒരു അവസ്ഥ. അത് മെയിനായിട്ട് നമ്മുടെ പല്ലുകൾ തമ്മിൽ ചേരുമ്പോൾ ആ കടിയിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോൾ, ചെറിയ വ്യത്യാസം അല്ല എങ്കിൽ അതിൽ വലിയ വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് ഈ ഫോഴ്സസ്, നമ്മുടെ തലയോട്ടിലോട്ട് പോകുന്ന ഫോഴ്സസ് നോർമലി തലയോട്ടിലോട്ട് പോകാതെ ജോയിൻറ്റിലോട്ട് ഡെലിവറി ചെയ്യുന്നത്. ജോയിൻറ്റിലോട്ട് ഇത്രയും ഫോഴ്സുകൾ ഡെലിവറി ചെയ്യുമ്പോഴത്തേക്കും ജോയിൻറ്റിൽ ഡെഫിനറ്റ്ലി എന്താണ് സ്ട്രെസ് ഉണ്ടാകും, അവിടെ സ്ട്രെയിൻ ഉണ്ടാകും. ആ സ്ട്രെയിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്കിൽ പെർഫറേഷൻസ് അല്ലെങ്കിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നതും അവിടെ അതിനെ അഫക്റ്റ് ചെയ്തിട്ടാണ് ഈ ഡിസ്ക് പ്രോപ്പറായിട്ട് ഫ്രണ്ടിലോട്ട് നീങ്ങാതെ ക്ലിക്കിംഗ് സൗണ്ട് കേൾക്കുന്നതും ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒക്ലൂഷൻ അല്ലെങ്കിൽ നമ്മളുടെ കടി തെറ്റുമ്പോൾ കടിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നതിലാണ് ആദ്യത്തെ ഇത്. രണ്ടാമത്തേതെന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി ഹാബിറ്റ്സ്, അതായത് ചിലർക്ക് പല്ല് കടിക്കുന്ന സ്വഭാവം കാണും, ഉറക്കത്തിലൊക്കെ നന്നായിട്ട് പല്ല് കടിക്കുന്ന ഒരു സ്വഭാവം കാണും. അതിന് നമ്മൾ ബ്രക്സിസം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഈ ടെമ്പറോ മാൻഡിബുലർ ജോയിൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന വരുന്ന ഹാബിറ്റ്സ് മെയിൻലി വരുന്നത് ബ്രക്സിസമാണ്. എന്നിരുന്നാലും നെയിൽ ബൈറ്റിങ്, പെൻസിൽ ബൈറ്റിങ് അങ്ങനെയൊക്കെയുള്ള എക്സസീവ് ഫോഴ്സുകൾ വരുമ്പോഴത്തേക്കും അതും ഡെലിവറി ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും, നമ്മുടെ ജോയിൻറ്റിലോട്ടായിരിക്കും. സോ ജോയിൻറ്റ് ഈസ് ബെയറിങ് എക്സസീവ്
സ്ട്രെസ് അല്ലെങ്കിൽ ട്രോമ കമ്പയർഡ് ടു ദ നോർമൽ സിനാരിയോ. അങ്ങനെയാണ് ആ ജോയിൻറ്റിലോട്ട് സ്ട്രെസ്സ് വരുന്നത്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് ആൾക്കാരുടെ ഇടയിൽ കണ്ടുവരുന്ന സ്ട്രെയിൻ, മെയിൻലി അവരുടെ സൈക്കോളജിക്കൽ സ്ട്രെസ്സ്, ചിലപ്പോൾ വർക്ക് പ്രഷർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വീടുകളിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. അതെല്ലാം അവർ അക്നോളജ് ചെയ്യുന്നത് ദേഷ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ പല്ല് കടിച്ചുകൊണ്ടുള്ള ആ ഒരു പെരുമാറ്റത്തിലോ. ഇപ്പോൾ ഒരാൾ ഒരു പ്രോഗ്രാമിംഗ് ചെയ്യുവാണ്, ദേ ആർ അണ്ടർ സ്ട്രെസ്, സോ ദേ ആർ നോട്ട് റിയലൈസിങ് ദേ ആർ ബൈറ്റിംഗ് ദ ടീത്ത്. അപ്പോൾ അവർ അങ്ങനെ റിയലൈസ് ചെയ്യാതെ അങ്ങനെയെല്ലാം പല്ല് കടിക്കുമ്പോഴത്തേക്കും നമ്മുടെ മസിൽസ് അണ്ടർ സ്ട്രെസ്സിലാണ്, ജോയിൻ്റ് അണ്ടർ സ്ട്രെസ്സിലാണ്. അപ്പോൾ ഇങ്ങനെ മൂന്നാലാണ് മെയിനായിട്ട് റീസൺസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അല്ലാതെയും വേറെ റീസൺസ് ഉണ്ട്. മെഡിക്കൽ കോൺസിക്വൻസസ്, അതായത് ചില ഡ്രഗ്സ് എടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ജെറിയാട്രിക് പേഷ്യൻസിൽ അവർക്ക് ന്യൂറോളജിക്കൽ ഡെഫിഷ്യൻസി കാരണം പല്ല് എപ്പോഴും ഇങ്ങനെ കടിച്ചിരിക്കും. അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിൽ അതും ഒരു റീസൺ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ മെയിൻലി എന്താണ് നമ്മുടെ കടിയിൽ വരുന്ന വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ സ്ട്രെസ്സ്, അല്ലെങ്കിൽ ഹാബിറ്റ്സ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ജോയിൻറ്റ് ഡിസോർഡേഴ്സിന് കാരണമെന്ന് പറയുന്നത്. ഡോക്ടർ, നമുക്ക് എങ്ങനെയാണ് ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു TMJ ഡിസോർഡർ അല്ലെങ്കിൽ ജോ പെയിൻ? ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണോ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് പ്രസൻ്റ് ആകുന്നത്, ഏത് സ്റ്റേജിലാണ് പ്രസൻ്റ് ആകുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ മാനേജ്മെൻറ്റ് വരുന്നത്. നമുക്ക് മെയിൻലി 4 മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ആദ്യം വരുന്നത് കൺസർവേറ്റീവ് മാനേജ്മെൻ്റ് ആണ്. ഇതിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ചെറിയ രീതിയിലുള്ള ഫിസിയോതെറാപ്പി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് കട്ടിയുള്ള ആഹാരങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക, വാ അധികം തുറക്കുന്ന ഒരു സിനാരിയോ, ഈവൻ നമ്മൾ കോട്ടോ ഇടുമ്പോഴൊക്കെ വാ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ആ ഏരിയയിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ചൂട് പിടിക്കുക, അല്ലെങ്കിൽ കോൾഡ് കംപ്രഷൻ ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള മാനേജ്മെൻ്റ് ആണ് വെൻ ദ പേഷ്യൻറ്റ് കംസ് ടു അസ് ഓർ കൺസൾട്ട് എ ഡോക്ടർ ഇൻ എ വെരി ഏർലി സ്റ്റേജ്. അപ്പോൾ ഏറ്റവും അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഈ ക്ലിക്കിംഗ് സൗണ്ട് എന്നൊക്കെ അറിയുന്ന സമയത്ത് തന്നെ ഡോക്ടറിനെ കാണുവാണ് എങ്കിൽ, കൺസൾട്ട് ചെയ്യുവാണ് എങ്കിൽ, നമുക്ക് ആദ്യത്തെ സ്റ്റേജ് കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി വരെ ഈ കണ്ടീഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇല്ല, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും മെഡിക്കൽ മാനേജ്മെൻ്റ് ആണ്. അതായത് എലോങ് വിത്ത് ദ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് നമുക്ക് മെഡിസിൻസ് കൊടുക്കേണ്ടി വരും. അതായത് ഇങ്ങനെ സ്റ്റിഫായിട്ട് ടെൻഡറായിട്ടിരിക്കുന്ന മസിൽസിനെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ കുറച്ച് മസിൽ റിലാക്സൻ്റ് വേണ്ടി വരും. അങ്ങോട്ടുള്ള മീഡിയേറ്റേഴ്സ്, ആ ജോയിൻറ്റിലൊക്കെ ഉള്ള മീഡിയേറ്റേഴ്സിനെ കുറയ്ക്കാനായിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, ചിലപ്പോൾ ഒരു ചെറിയ കോഴ്സ് ഓഫ് സ്റ്റിറോയിഡ്, അങ്ങനെ മരുന്നുകളും എലോങ് വിത്ത് ദ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ കൺസർവേറ്റീവ് മാനേജ്മെൻ്റ് ആയിരിക്കും നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ കൊടുക്കുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും വി വിൽ ബി അഡ്രസ്സിങ് ദ റൂട്ട് കോസ്. അതായത് നമുക്ക് കടി തെറ്റുവാണ് എങ്കിൽ നമ്മളൊരു സ്പ്ലിൻറ്റ് കൊടുക്കും. അതായത് മുകളിലത്തെയും താഴത്തെയും പല്ല് തമ്മിൽ കടി കൊള്ളാതിരിക്കാനുള്ള ഒരു സ്പ്ലിൻറ്റ്, അത് നമ്മുടെ ഈ അലൈനർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കുഷൻ സാധനം നമ്മൾ താഴത്തെ പല്ല് ഇങ്ങനെ വയ്ക്കും. അത് ഭക്ഷണം കഴിക്കുന്ന സമയം ഒഴികെയെല്ലാം പേഷ്യൻ്റ് എന്തായിരിക്കണം, അത് വേറെ ചെയ്യണം, വായിൽ തന്നെ ഇട്ടിരിക്കണം. അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ടും വളരെ ഒരു റബ്ബറൈസ്ഡ് മെറ്റീരിയൽ ആയതുകൊണ്ടിട്ടും പേഷ്യൻ്റ് കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടി, ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിരിക്കത്തില്ല അത് വെയർ ചെയ്യാനായിട്ട്. അത് ഒരു 3 to 4 വീക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ജോയിൻറ്റിലോട്ട് ഡെലിവറി ചെയ്യുന്ന സ്ട്രെസ്സ് അല്ലെങ്കിൽ അബ്നോർമൽ ഫോഴ്സസുകളൊക്കെ കട്ട് ഡൗൺ ആകും. അപ്പോൾ തന്നെ ബോഡി എന്ത് ചെയ്യും, അങ്ങനെ അബ്നോർമൽ ഫോഴ്സസ് ഡെലിവറി ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തന്നെ ബോഡി സ്വന്തമായിട്ട് ഹീൽ ചെയ്യുകയും പേഷ്യൻ്റ് റിക്കവർ ആവുകയും ചെയ്യും. ഈ സ്റ്റേജിലും അല്ലെങ്കിൽ ഈ തേർഡ് സ്റ്റേജിലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഫൈനൽ സ്റ്റേജ് അല്ലെങ്കിൽ സർജിക്കൽ ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ സർജിക്കൽ ഇൻ്റർവെൻഷൻ നമ്മൾ നടത്തുന്നത്. ഇതും നമ്മൾ ഒറ്റയടിക്ക് തന്നെ പോയി സർജറി ചെയ്യും എന്നുള്ളതല്ല. അതിൽ 2-3 സബ് കാറ്റഗറൈസേഷൻ ഉണ്ട്. അതായത് ആദ്യം നമ്മൾ ജോയിൻറ്റിലോട്ട് 2-3 ഇഞ്ചെക്ഷൻസ് തരും. അതായത് PRP ട്രീറ്റ്മെൻറ്റ്, അതൊക്കെ നമ്മൾ ജോയിൻറ്റിലോട്ട് ഇൻഫ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് ജോയിൻറ്റിൽ പോയിട്ട് ഒരു ഹീലിംഗ് എൻവറോൺമെൻറ്റ് കൊടുക്കുകയും അത് ജോയിൻറ്റിനെ ഹീൽ ചെയ്യാൻ ബെറ്ററായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് TMJ ആർത്രോസ്കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഉള്ളത്. ഏറ്റവും ഫൈനൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ആയിരിക്കും ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്. അതായത് എക്സ്ട്രീംലി സിവിയർ കേസുകൾ, സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റാതെ എക്സ്ട്രീം സിവിയർ കേസുകളിൽ ബാക്കി ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഒന്നും വർക്ക് ചെയ്യാത്ത സിനാരിയോസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ജോയിൻറ്റ് റീപ്ലേസ് ചെയ്യുന്നത്. അതായത് ഈ നീ റീപ്ലേസ്മെൻറ്റ്, ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ടോട്ടൽ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് TJR എന്നുള്ള ഒരു ഫൈനൽ സർജിക്കൽ ട്രീറ്റ്മെൻറ്റിലോട്ട് നമ്മൾ പോകുന്നത്. പക്ഷേ ഇതൊന്നും വരുന്ന പേഷ്യൻറ്റിനെ ഒറ്റയടിക്ക് നമ്മൾ സർജറിക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല. അവർ ഏത് ഫേസിലാണ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത്, അവരുടെ സിംറ്റംസ് എങ്ങനെയാണ്, ആദ്യമുള്ള മെഡിക്കൽ മാനേജ്മെൻറ്റ്, സ്പ്ലിൻ തെറാപ്പി, കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ്, ഇതിലൊക്കെ പേഷ്യൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ്, ഹൗ ദേ ആർ ഹീലിംഗ്, ഹൗ ദ ബോഡി ഈസ്
റെസ്പോണ്ടിങ് ടു ദാറ്റ് ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മളൊരു സർജിക്കൽ മാനേജ്മെൻറ്റിലോട്ട് പോകുന്നത്. ബട്ട് ബെറ്റർ വേ എന്ന് പറയുന്നത് ഏർലി ഡയഗ്നോസിസ് ആണ് അല്ലേ? നമ്മൾ നേരത്തെ അതെ, എത്രയും definitely. പെട്ടെന്ന് നമ്മൾ ഡോക്ടറിനെ കാണുക, ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ട്രീറ്റ് ചെയ്യുക. അതെ അതെ അതെ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അവയർനെസ് നമ്മൾ കൊടുക്കുന്നതാണ്. എപ്പോഴെങ്കിലും നമുക്ക് ക്ലിക്കിംഗ് സൗണ്ട് കേൾക്കുവാണ്, വൺസ് ഇൻ എ വൈൽ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ നിങ്ങൾക്ക് ഒരു ക്ലിക്ക് കേട്ടു എന്ന് കരുതിയിട്ട് നിങ്ങൾ ഉടനെ ഡോക്ടറിനെ കാണണമെന്ന് പറയുന്നില്ല. പക്ഷേ വെരി ഫ്രീക്വൻ്റ്ലി, അതായത് ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ നിങ്ങൾ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജോയിനിൽ ക്ലിക്ക് കാണുവാണ്, അത് റെഗുലർലി നിങ്ങളത് നോട്ടീസ് ചെയ്യുവാണ് എങ്കിൽ ഡെഫിനറ്റ്ലി കം വിസിറ്റ് എ ഡോക്ടർ, വിസിറ്റ് എ സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ് ട്രീറ്റഡ്. ഏറ്റവും തുടക്കത്തിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും, നിങ്ങൾക്ക് ചെറിയൊരു മസാജ് കൊണ്ടിട്ടോ ചെറിയൊരു ഫിസിയോതെറാപ്പി കൊണ്ടിട്ടോ ചെറിയൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ടിട്ടോ അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. റാദർ ദാൻ ഇഗ്നോറിങ് ഇറ്റ് ആൻഡ് ലേറ്റർ ഗോയിങ് ഫോർ എ ബിഗർ കോസ് എന്താണ് അറ്റ് ദ ഏർലിയസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും. ആസ് വി സേ, പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. ഇതിന്റെ ഡയഗ്നോസിസ് പ്രോസസ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഈ ക്ലിക്കിംഗ് സൗണ്ട് ഒരു ഹിസ്റ്ററി ഉണ്ടായിരിക്കും. പേഷ്യൻ്റ് വരുമ്പോഴത്തേക്കും പേഷ്യൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും ദേ വിൽ ബി ഹാവിങ് എ ഹിസ്റ്ററി ഓഫ് ദിസ് ക്ലിക്കിംഗ് സൗണ്ട്. 6 മാസം മുന്നെയോ 1 വർഷം മുന്നെയോ ഒക്കെ എന്തായിരിക്കും അവർ പറയാം, നമുക്ക് നന്നായിട്ട് ക്ലിക്കിംഗ് സൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ അത് സ്റ്റോപ്പായി. അതായിരിക്കും നമുക്ക് മേജർ ഒരു പിവോട്ടൽ തിങ് എന്ന് പറയുന്നത് ഡയഗ്നോസിസിൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാ തുറക്കുമ്പോഴൊക്കെ ആ ഒരു പ്രോപ്പർ ഗൈഡിലായിരിക്കത്തില്ല വാ തുറക്കുന്നത്. വാ ഒന്ന് വെട്ടിയൊക്കെ ആയിരിക്കും തുറക്കുന്നത്. പിന്നെ നമ്മൾ ജോയിൻറ്റിൽ പാൽപ്പേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും സിവിയർ ടെൻഡർനെസ് കാണും. പിന്നെ ഇൻട്രാ ഓറലി നമ്മൾ ബൈറ്റ് നോക്കുമ്പോഴത്തേക്കും, കടി നോക്കുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി അതിൽ ഡിസ്ക്രിപ്പിയൻസി ഉണ്ടായിരിക്കും. അതായത് ഒരിക്കലും കടി പ്രോപ്പർ ആയിരിക്കത്തില്ല. ഇതിൽ ഒരു കാരണം പറയുന്നത്, മുമ്പ് പല്ലിൽ കമ്പി ഇടുന്ന പേഷ്യൻസിലും എന്താണ് ചിലപ്പോൾ ഇങ്ങനൊരു സിനാരിയോ നമ്മൾ കാണുന്നുണ്ട്. അതായത് അതിനുശേഷം അവർ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാതെ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ദേ കണ്ടിന്യൂ വിത്ത് ദെയർ ലൈഫ്. പക്ഷേ ഒരു 3 വർഷമോ 4 വർഷമോ ഒക്കെ കഴിയുമ്പോഴത്തേക്കും എന്തായിരിക്കും, അവർക്ക് ഈ ജോയിൻറ്റ് പെയിൻ വരും. അതെന്തുകൊണ്ടിട്ടാണ്? ആ കമ്പി ഇടുന്ന ആ ഒരു പ്രോസസ്സ് അവർ കംപ്ലീറ്റ്ലി ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാതെ പ്രീ മെച്യൂർലി അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആ ഒരു കേസുകളിലായിരിക്കും ഇങ്ങനെ TMJ ഒരു ആഫ്റ്റർ മാത്ത് പോലെ അല്ലെങ്കിൽ ഒരു റിപ്പർക്കഷൻ പോലെ വരുന്നത്. അപ്പോൾ ഇത്രയായിരിക്കും ക്ലിനിക്കൽ ഫൈൻഡിങ്സ്. അതായത് ഒരു ഹിസ്റ്ററി ഓഫ് ക്ലിക്കിംഗ് സൗണ്ട് കാണും, പിന്നെ നല്ല വേദന കാണും, വാ തുറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, വാ തുറക്കുന്നതൊന്ന് കോടിയൊക്കെ ആയിരിക്കും വാ തുറക്കുന്നത്, അത് കഴിഞ്ഞ് ബൈറ്റ് വ്യത്യാസമുണ്ടായിരിക്കും. ഇതെല്ലാം നമ്മുടെ ക്ലിനിക്കലി നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും ഇതെല്ലാം പേഷ്യൻറ്റിൽ കാണും. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫൈനൽ ഡയഗ്നോസിസിന് പോകുന്നതിന് മുമ്പ് നമ്മളൊരു എക്സ്റേ എടുക്കും. അതായത് മുഖത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു എക്സ്റേ എടുക്കും. ആ എക്സ്റേയിലും കൂടെ എടുത്ത് നോക്കി കൺഫേം ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നത്. ഇതിന് ഒരുപാട് സബ് വെരിഫിക്കേഷൻ ഉണ്ട്. അതായത് ഇൻറ്റേർണൽ ഡീറേഞ്ച്മെൻറ്റ് വിത്ത് റിഡക്ഷൻ, വിത്തൗട്ട് റിഡക്ഷൻ, ആ സ്റ്റേജിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ TMJ ഡിസോർഡർ നമ്മൾ അറിയാണ്ട് പോയി അത് ട്രീറ്റ് ചെയ്യാണ്ട് പോയാൽ ഉണ്ടാവുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? കോൺസിക്വൻസസ് എന്ന് പറയുന്നത്, ആസ് ഐ സെഡ്, ഇറ്റ് അഫക്ട്സ് അവർ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസ്. അതായത് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സംസാരിക്കുക അതിനും കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആണ്, സോഷ്യൽ ലൈഫ്, ഇതെല്ലാം നമ്മൾ എന്താകും, പയ്യെ കട്ട് ഓഫ് ആകും. അതായത് നന്നായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരാൾ പയ്യെ എന്താണ്, ഹാർഡ് ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. കാരണം കടിക്കുമ്പോഴത്തേക്കും ദാറ്റ് ട്രിഗേഴ്സ് ദിസ് പെയിൻ. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ പേഷ്യൻ്റ് എന്ത് ചെയ്യും, പയ്യെ ഫുഡ് റെസ്ട്രിക്ഷൻ കൊണ്ടുവരും. നമ്മൾ ഉറച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഇത് എഗെയിൻ ട്രിഗർ ചെയ്യും. അപ്പോൾ ഉറച്ച് സംസാരിക്കുന്നത്, ചിരിക്കുന്നത്, അപ്പോൾ ചിരിക്കാനൊക്കെ പിന്നെ പേടിയായിരിക്കും. കാരണം വാ തുറന്ന് നമ്മൾ ചിരിക്കുമ്പോഴത്തേക്കും എന്താണ്, ഈ വേദന ട്രിഗർ ചെയ്യും. കോട്ടുവാ ഇടുമ്പോഴത്തേക്കും വാ അധികം തുറക്കും, ആ സിനാരിയോയിലും ഇത് ട്രിഗർ ചെയ്യും. അങ്ങനെ അപ്പോൾ അതെല്ലാം ചെയ്യാൻ പേഷ്യൻറ്റിന് പേടിയായിരിക്കും. പയ്യെ എന്താണ്, വാ തുറക്കാൻ പറ്റാത്തതാവും. അപ്പോൾ നമ്മുടെ ഫുഡ് നന്നായിട്ട് റെസ്ട്രിക്റ്റ് ആയി തുടങ്ങും, നമുക്ക് സംസാരിക്കാൻ പേടിയായി തുടങ്ങും. പിന്നെ ഡേ ടു ഡേ ലൈഫിൽ കണ്ടിന്യൂസ്ലി വേദന വന്നുകൊണ്ടിരിക്കും. ഈ വേദന എന്താണ്, റെഫേർഡ് ചെയ്ത് തുടങ്ങാൻ തുടങ്ങും, ചെവിയിലോട്ടും ബാക്കി മസിൽസിലോട്ടും ഒക്കെ. ടോട്ടലി ഒരു സോഷ്യൽ ലൈഫ് നമ്മളിൽ നിന്ന് കട്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസും പയ്യെ ഗ്രാജുവലി ഇത് വരും. ഇത് എനിക്കൊരു കേസ് ഉണ്ടായിരുന്നത്, ഒരു 70-year-old ഫീമെയിൽ പേഷ്യൻ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ജോയിൻറ്റിൽ നന്നായിട്ട് വേദന ഉണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കുന്നതും പ്രശ്നം ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഒരു വട്ടം കോട്ടുവ ഇട്ടപ്പോഴത്തേക്കും അത് ആ ജോയിൻറ്റ്, താടിയല്ല ജോയിൻറ്റ് ഇന്ന് സ്ലിപ്പായിട്ട് പുള്ളിക്കാരിക്ക് വാ അടയ്ക്കാൻ പറ്റാതെയായി. അവർക്ക് മക്കളുടെ കെയറിലായിരുന്നത് കൊണ്ടിട്ട് അവരെ ഇഗ്നോർ ചെയ്തത് കൊണ്ടിട്ട് എന്താണ്, മാക്സിമം അവരെ ഇഗ്നോർ ചെയ്തിട്ടിരിക്കുമായിരുന്നു. പുള്ളിക്കാരിക്ക് അവസാനം ഭക്ഷണം ഇറങ്ങാത്ത അവസ്ഥയായി, അത് കഴിഞ്ഞ് വെള്ളം ഇറങ്ങാത്ത അവസ്ഥയായി, ഒടുവിൽ
മരിക്കും, അല്ലാതെ അകത്തോട്ട് ഭക്ഷണം പോകുന്നില്ല, മരിക്കും എന്നുള്ളൊരു സീനായപ്പോഴത്തേക്കുമാണ് മക്കൾ എന്തോ ചെയ്യുന്നത്, അവരെ നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഷി വാസ് ടോട്ടലി എക്സോസ്റ്റഡ്. ഭയങ്കര ഒരു സിവിയർ സിറ്റുവേഷനിലാണ് നമ്മളവരെ കാണുന്നത്. അപ്പോൾ ട്രീറ്റ് ചെയ്യുകയും ഫൈനലി അത് ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ 6 മാസം കൊണ്ടിട്ടല്ല അവർക്ക് ആ ഒരു സിനാരിയോ അതിൽ അത്രയും വേഴ്സൺഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നത്. അത് മോർ ദാൻ 6 മന്ത്സ് അല്ലെങ്കിൽ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഉണ്ടായ ഒരു സിനാരിയോ ആയിരുന്നു. അപ്പോൾ നമുക്ക് അത് എന്താണ്, ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ നമുക്ക് അതിന് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 5 ദിവസം കൊണ്ട് ട്രീറ്റ് ചെയ്ത് ശരിയാക്കേണ്ട പേഷ്യൻ്റ് ഇത്രയും എക്സ്ട്രീം സിനാരിയോയിലോട്ട് പോയത് കൊണ്ടിട്ട് നമുക്ക് അതൊന്ന് റിവേഴ്സ് ചെയ്യാനായിട്ട് 1 മാസത്തിലധികം നമുക്ക് സമയം വേണ്ടി വന്നു. ഇത്രയും എക്സ്ട്രീം സിനാരിയോസിലോട്ട് പോകാതെ എന്താണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇന്ന സയൻസ് സിംറ്റംസ് ഉണ്ട് എങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ് യു മീറ്റ് എ സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഗെറ്റ് ദ ട്രീറ്റ്മെൻറ്റ് ഡൺ. ഡോക്ടർ, നമുക്ക് എങ്ങനെയാണ് പല്ല് വേദനയും ഈ ജോ പെയിനും തമ്മിൽ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വി ഓൾവേസ് ഹാവ് എ ഹിസ്റ്ററി ഓഫ് ക്ലിക്കിംഗ് സൗണ്ട് നമുക്ക് ഉണ്ടായിരിക്കും. പിന്നെ ഇതൊരു ഗ്രാജുവൽ ഓൺസെറ്റ് ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ വിഗറസ് ആയിട്ട് മൗത്ത് ഓപ്പണിംഗ് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും ഈ വേദന വരുന്നത്. ആ വേദന പയ്യെ അതിൻ്റെ ഫ്രീക്വൻസി കൂടി അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരുന്നൊരു അവസ്ഥയിലോട്ടായിരിക്കും. പല്ലുവേദന നമുക്കറിയാമല്ലോ, പല്ലുവേദന എന്ന് പറയുന്നത് അത്രയും ത്രോബിങ് ടൈപ്പ് ഓഫ് പെയിൻ ആയിരിക്കും, അത്രയും ഷാർപ്പായിരിക്കും, സഡൻ ഇൻ ഓൺസെറ്റൊക്കെ ആയിരിക്കും. പിന്നെ കഴിക്കുന്ന സമയത്തൊക്കെ ആ പല്ലിൽ വെച്ച് കഴിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഇത് കൊണ്ട് കൂടുന്നത്, പല്ലുവേദനയൊക്കെയാണ് എങ്കിൽ. സോ അത് നമുക്ക് എന്തായിരിക്കും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പല്ലിൽ വിസിബിളായിട്ട് പോടുണ്ടായിരിക്കും, ഭക്ഷണം കയറിയിരിക്കുന്ന സിനാരിയോ, അങ്ങനെയൊക്കെയുള്ള ഡിഫറൻസ് എന്താണ് നമുക്ക് പല്ലുവേദനയിൽ കാണാൻ പറ്റും. പല്ലുവേദന രാത്രിയൊക്കെ ആയിരിക്കും കൂടുന്നതും അങ്ങനെയൊക്കെയുള്ള സിനാരിയോ. ഇത് ഒരൊറ്റ ദിവസം കൊണ്ടിട്ടല്ല, 1 മാസം കൊണ്ടിട്ടല്ല, 6 മാസമൊക്കെ നമുക്ക് ക്ലിക്കിംഗ് സൗണ്ട് വന്ന് പിന്നെ നമ്മുടെ ജോയിൻറ്റിൽ പിടിക്കുമ്പോഴത്തേക്ക് അവിടെയൊക്കെ നല്ല വേദനയായിരിക്കും, അത് പയ്യെ റെഫേർഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു സിനാരിയോ ആണ് നമ്മുടെ ഈ ജോയിൻറ്റ് പെയിനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ അൺഐഡൻറ്റിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് തലവേദനയോ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് വേദനയുണ്ട്, നിങ്ങൾ ഒരുപാട് ഡോക്ടേഴ്സിനെ നോക്കി, നിങ്ങൾ സ്കാനൊക്കെ എടുത്തു, MRI സ്കാനൊക്കെ എടുത്തു, എന്നിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. സോ ദിസ് കുഡ് ബി എ കൾപ്രിറ്റ്. നിങ്ങൾക്ക് എന്താണ്, ചിലപ്പോൾ അതൊരു ജോയിൻറ്റ് പെയിൻ ആയിരിക്കാം. അപ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് MRIയിലൊക്കെ എല്ലാം നോർമലാണ്, പക്ഷേ ആ ഒരു ഹെഡേക്ക് കാണുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള ഈ കഴുത്ത് വേദനയൊക്കെ കാണുന്നത് നമുക്ക് എന്തായിരിക്കും, ഇങ്ങനെയുള്ളൊരു സിനാരിയോ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസുകളിലാണ് എങ്കിൽ എന്താണ്, നിങ്ങൾ ഒരു സ്പെഷ്യലിസ്റ്റ്, ഒരു മാക്സിലോഫേഷ്യൽ സർജനെ കണ്ട് എക്സ്ക്ലൂഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇതും കൂടെ ഒന്ന് ട്രീറ്റ് ചെയ്യുക, ഗെറ്റ് ഇറ്റ് കൺസൾട്ടഡ്. നമ്മുടെ TMJ ഡിസോർഡറിനെ പറ്റിയും ജോ പെയിനെ പറ്റിയും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തെന്ന ഡോക്ടർ രജുവിന് താങ്ക്സ് ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് us on പോഡ്കാസ്റ്റ്. താങ്ക് യു.